ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ വന്നതാ. അയ്യോ, വെള്ളം ഞാൻ അങ്ങോട്ട് കൊണ്ടു തരാൻ വേണ്ടി എടുക്കുകയായിരുന്നു. അതൊന്നും സാരമില്ല. കിടക്കുന്നതിന് മുമ്പ് യാമിനി ഒന്ന് കാണണമെന്ന് തോന്നി. മോളെവിടെ എടുത്തി? അവൾ ഉറങ്ങി യാമിനി. അവളൊരു കൊച്ചു കുട്ടിയെ പോലെ എന്റെ മടിയിൽ കിടന്ന് മയങ്ങിപ്പോയി. അമ്മയുടെ സ്നേഹവും വാത്സല്യൊന്നും അതിനനുഭവിക്കാൻ അവസരം കിട്ടിയിട്ടില്ലല്ലോ എടുത്തി. അതാ അമ്മ അരികെ കിട്ടിയപ്പോ ഒരുതരം ഭ്രാന്ത് പോലെ. അതുമാത്രല്ല, ഏട്ടത്തെ ഓടിച്ചു കഴിഞ്ഞ് ശേഖരേട്ടൻ എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നവരെ ആ അംബിക പിശാചായിരുന്നല്ലോ ഇവിടുത്തെ ഭരണം. ഈ കുട്ടിയിട്ട് വട്ടം കറക്കുമായിരുന്നു ദുഷ്ട. വെറുപ്പിച്ചു. അറിയാം യാമിനി, എല്ലാം എനിക്കറിയാം. ബാല്യകാലത്തെക്കുറിച്ച് ഓർത്ത ആ കുട്ടി ഞെട്ടും. ഇനി അച്ഛന്റെ തിരക്കൊക്കെ കഴിഞ്ഞു വരുമ്പോ അച്ഛന് നിന്ന് വല്ല സ്നേഹവും വാത്സല്യം കിട്ടോ? അതും ഇല്ല. ഓർമ്മിപ്പിക്കാതെ. ഓർത്തുപോയാ മനസ്സിന്റെ സമനില തെറ്റും. പറഞ്ഞതേ ഉള്ളൂ, ദേ വരുന്നുണ്ട് മാരണം. അല്ല, എന്താ ഏട്ടത്തി അനിയത്തിയും കൂടി ഒരു അന്തിച്ചർച്ച? അല്ല, ഞങ്ങൾ ഈ പ്രകൃതിക്ഷോഭത്തെക്കുറിച്ച് സംസാരിക്കായിരുന്നു അംബികെ. ഓ, ഇനിയൊരു സുനാമി വീശുമെന്ന് സംശയം പറയായിരുന്നു പത്മയെടുത്തി. സുനാമി വീശും, പക്ഷേ അത് അറബിക്കടലിലോ ബംഗാൾ ഉൾക്കടലിലോ അല്ല, അതിവിടെയാ. ഇവിടെ ഉടനെ ഒരു സുനാമി വീശും. യാമിനി, ഈ അംബിക വർമ്മ പറഞ്ഞ അത് ഉറപ്പാട്ടോ. സിക്സ്ത് സെൻസ് ഒക്കെ ഉള്ളതാ. പിന്നെ എനിക്കറിയാം, ഇവരെ സുനാമി കണ്ടുപിടിച്ചവരാ. സുനാമി അംബിക. നിർത്തടി. ഇവളെ കണ്ടുകൊണ്ട് നീ നെഗളിക്കണ്ട. ഇവളെ നാളെ അങ്ങ് പോവും. പിന്നെ ആരൊക്കെ ഇവിടെ വേണം, ആരെയൊക്കെ കാലപുരിക്ക് അയക്കണോന്നേ ഞാൻ തീരുമാനിക്കും. അയ്യോ, കാലപുരിയില് ഇവർക്ക് ഉദ്യോഗം കിട്ടിയോ യാമിനി? ആ, അത് പത്മയെടുത്തി അറിഞ്ഞില്ലേ? കാലപുരിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറാ ഇവരിപ്പോ. ഓ, യമകാലന്റെ തൊട്ടു താഴെ. PSC നിയമനായിരുന്നേ. നിർത്തടി. കൂടുതലങ്ങ് തകർക്കല്ലേ, ഞാൻ വെട്ടി വീഴ്ത്തും. ഈ വെല്ലുവിളിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കേണ്ട അംബികെ. എന്നിട്ട് മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിൽ എരച്ചു കയറാതെ നീ തലയിൽ കുറച്ച് എണ്ണ പുരട്ടി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഈ രാത്രിയെ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയാടി. നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് സ്വസ്ഥത കിട്ടില്ല. നിനക്ക് എങ്ങനെ സ്വസ്ഥത കിട്ടാനാ? നിന്റെ ആങ്ങളുടെയും എന്റെയും അതുപോലൊരു പാവം മനുഷ്യന്റെയും ജീവിതം അല്ലേടി നീ തകർത്ത് കളഞ്ഞത്. മിണ്ടരുത്. നീ അല്പം മുമ്പ് പറഞ്ഞല്ലോ കാലപുരിക്ക് അയക്കൂന്ന്. എടി, കാലപുരിയിലെ കണക്ക് പിള്ള ഓരോ കണക്കും കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുന്നുണ്ട്. നീ ചെയ്തതിനൊക്കെ കൂലി തന്നിട്ടേ മൂപ്പര് നിന്നെ വിടൂ. നിന്നെ എന്നെ കൊണ്ട് ദൈവം കൊല്ലിക്കാത്തോണ്ട് ഒരു കാര്യം ഉറപ്പാ, നിന്നെ അങ്ങനെ ദൈവം വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നീ അനുഭവിക്കാൻ പോകുന്നതേ നരകയാതനയാ. കരുതിയിരുന്നു. യാമിനി, ഗുഡ് നൈറ്റ്.